ആ മോനെ പഠിച്ചു കഴിഞ്ഞോ? ആ പഠിച്ചോ പഠിച്ചോ കേട്ടാ. ഒരു 11 മണി വരെ പഠിച്ചോ. എന്നിട്ട് കിടന്നുറങ്ങിക്കോ. അമ്മ രാവിലെ ഒരു 5 മണിക്ക് വിളിക്കാം അലാറം വെച്ചിട്ട്. എക്സാം ഹാളിൽ കയറിയ ഒരാളുടെ മുഖത്ത് നീ നോക്കരുത്. എടാ ഒന്നാമത്തെ ഉത്തരം എന്താടാ, രണ്ടാമത്തെ ഉത്തരം എന്താടാ എന്നൊക്കെ ചോദിക്കും. പറഞ്ഞു കൊടുക്കരുത്. ആരോ മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കരുത്. ശിവന്റെ അമ്പലത്തിൽ പൂജിച്ച പേനയാണ്. അപ്പുറത്തിപ്പുറത്തുള്ള ചെക്കന്മാര് ചോദിക്കും, പേന കൊടുക്കരുത്, ഇല്ലാന്ന് പറയണം. പൂജിച്ച പേനയാണ്, തരാൻ പറ്റില്ല എന്ന് പറയണം. പിന്നെ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, മറച്ച് പിടിച്ച് എഴുതണം. പിന്നെ അമൃതയില്ലേ, അവൾക്ക് എങ്ങാനും 1 മാർക്ക് കൂടുതലാണ് നിന്നേക്കാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പേപ്പർ നോക്കാനാന്നും പറഞ്ഞ് വാങ്ങുക. എന്നിട്ട് എല്ലാതും ഒന്ന് ഇരുത്തി ചെക്ക് ചെയ്യുക. എവിടെയെങ്കിലും 1 മാർക്ക് കൂടുതൽ അവൾക്ക് ഉണ്ടെങ്കിൽ പോയി കുറച്ചോ. അപ്പം തന്നെ അവളോട് പോലും പറയേണ്ട, ആ പേപ്പർ കൊണ്ട് മിസ്സിൻ്റെ അടുത്ത് ചെല്ലുക, എന്നിട്ട് കുറയ്ക്കുക. എന്തായാലും എല്ലാ ദിവസവും ഹോംവർക്കും അസൈൻമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്ത് പോണതല്ലേ. അപ്പൊ മിസ്സുമാര് പറഞ്ഞാൽ അത് ഓർമ്മിപ്പിക്കുക. പ്രീ പീരീഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റാഫ് റൂമിൽ ചെല്ലുക, ടീച്ചർമാരെ വിളിക്കാം. മാത്സ് ടീച്ചർ ഉണ്ടെങ്കിൽ മാത്സ് ടീച്ചറെ വിളിച്ചോ, അതായിരിക്കും ബെറ്റർ. കൃത്യമായിട്ട് എല്ലാ നോട്ടും എഴുതുന്നതാ. ആ നോട്ട് ചോദിച്ച് ചിലർ വരും, കൊടുക്കരുത്, ഇല്ല എന്ന് പറയണം. എടാ എൻ്റെ നോട്ട് കംപ്ലീറ്റ് അല്ലടാ, അത് നിങ്ങൾക്ക് മനസ്സിലാവിടാ, എൻ്റെ അക്ഷരം മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് കൊടുക്കരുത്, കൊടുക്കുകയേ ചെയ്യരുത്. എന്താ പഠിച്ചു കഴിഞ്ഞോ? മതി, കിടന്നോ ഉറങ്ങടാ. 10 ചോദ്യം ഓപ്ഷൻസ് ഉള്ള ചോദ്യല്ലേ, ഇങ്ങനെ ചോദിച്ചാൽ മതി. ഒന്നാമത്തെ എത്രയാ, രണ്ടാമത്തെ എത്രയാന്ന് ചോദിച്ചാൽ മതി. എല്ലാവരോടും ഒരു 2-3 പേരോടൊക്കെ ചോദിച്ചാൽ എന്തായാലും കിട്ടും. ഒരു 10 മാർക്കിൽ 8 മാർക്ക് എന്തായാലും കിട്ടും. അപ്പൊ തന്നെ നിനക്ക് 8 മാർക്ക് ഉണ്ട് 30-ല്. പിന്നെ ഉള്ളതല്ലേ, അത് എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ മതിടാ. എല്ലാത്തിനും ഒരു മാർക്ക് വെച്ച് കിട്ടും. 5 മാർക്കിനൊക്കെ എന്തായാലും 1 മാർക്ക് എന്തായാലും തരും, 1, 1.5 എന്തായാലും തരും. അപ്പൊ എന്തായാലും നിനക്കൊരു 10, 15, 20 മാർക്ക് എന്തായാലും ഉണ്ടാവും. പേന തീർന്ന കുഴപ്പമില്ല, നീ അപ്പുറത്തെ അക്ഷയുടെ അടുത്ത് വാങ്ങിയാൽ മതി. അവൻ്റെ അടുത്ത് എന്തായാലും ഒരു 3-4 പേന ഉണ്ടാവും. ടെസ്റ്റ് പേപ്പറില്ലേ നാളെ, ഹോംവർക്കും ചെയ്തു പോണം. 10 മണിയുടെ പീരീഡിന് കറക്റ്റ് 10 മണിക്കൊന്നും ടീച്ചർ വരില്ലല്ലോ. 10:05, 10:10 വരുള്ളൂ. അത്രയും സമയമുണ്ട്. ആ സമയത്ത് ആരുടെങ്കിലും ബുക്ക് വാങ്ങി എഴുതിയാൽ മതി. അത്രയ്ക്ക് ഉള്ളേ ഹോംവർക്ക്. എഴുതി ടീച്ചർ നോക്കുന്ന വരെ, ആ ഹോംവർക്ക് ചോദിക്കണ വരെ സമയമുണ്ട്. പേപ്പർ ചിലപ്പോൾ നാളെ കിട്ടൂട്ടാ. സയൻസ് ടീച്ചർ അല്ലേ, ചിലപ്പോൾ നാളെ തന്നെ തരും. കിട്ടിയതും പാസ്സാണോ നോക്കുക. പാസ്സല്ലെങ്കിൽ ഒന്ന് കൂട്ടി നോക്കുക. എന്നിട്ടും കറക്റ്റ് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും പേപ്പർ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് നോക്കുക. ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു സാമ്യം പോലെ നീ എഴുതിയിട്ടുണ്ട്, അവന് 2 നിനക്ക് 1ആണെങ്കിൽ പോയി ചോദിച്ചു. ഒരു 1/2 മാർക്ക് വാങ്ങുക. 1/2 1ആവും. പാസ്സാവാനുള്ള മാർക്ക് എങ്ങനെയെങ്കിലും തട്ടിക്കുട്ടി ഒപ്പിക്കാം. കുഴപ്പമില്ല, നീ പേടിക്കണം.